വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങളും അടിപൊളിയായിട്ട് എല്ലാം പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ സബ്ജക്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ റിവിഷൻ നടത്തുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. മാക്സിമം നമുക്ക് ഇനിയുള്ള ടൈമെങ്കിലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു സ്റ്റഡി ലീവ് ഉണ്ട്, ആ സ്റ്റഡി ലീവ് എങ്കിലും കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെ നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അത്ര ഇതിൽ നോക്കാൻ പറ്റില്ല, കാരണം നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് PYQs ഒന്നും അധികം ഇല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും നമ്മൾ 10th ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ നമുക്ക് SCRT തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ മിസ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്നുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഡിഫറെന്റ് RNAs ആൻഡ് ചൂസ് ദ കറക്റ്റ്ലി ലേബിൾഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? വിവിധ RNAകളുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായി അടയാളപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ 3 RNA നമുക്ക് കാണാം. ഓക്കെ, 3 ടൈപ്സ് ഓഫ് RNAന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോന്നും ഏതാണെന്നാണ് എഴുതേണ്ടത് അല്ലെ. ആ ഒരു കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? എന്താണ്? നമ്മുടെ mRNA ആണ് അല്ലെ, നമ്മുടെ മെസ്സഞ്ചർ RNA ആണ് ഈ ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഓർത്ത് തന്നെ ഇരിക്കുക. ഈ ഒരു ജസ്റ്റ് സിമ്പിൾ ഒരു സ്ട്രാൻഡ് ആയിട്ട് കാണുന്ന എന്താണ്? നമ്മുടെ mRNA ആണ്. ഇനി സെക്കൻഡ് വൺ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു T പോലത്തെ ഷേപ്പിലുള്ളതാണ് നമ്മുടെ tRNA എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ T പോലത്തെ ഷേപ്പിലുള്ളത് നമ്മുടെ tRNA ആണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പെർട്ടിക്കുലർ RNA എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ rRNA ആണ്. ഓക്കെ, സോ ദിസ് ഇസ് rRNA. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 3 പിക്ചേഴ്സും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മുന്നേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ C ഓപ്ഷൻ ആണ്. സോ A is mRNA, B is tRNA and C എന്ന് പറയുന്നത് rRNA. അപ്പൊ അത് ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. വിച്ച് സെൽസ് ഫോം ദ മൈലിൻ ഷീത്ത്. ഓക്കെ, അപ്പൊ മൈലിൻ ഷീത്ത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആ ഒരു സെൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏവ? അപ്പൊ 2 കോശങ്ങളെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒറ്റ കോശമല്ല, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 കോശങ്ങളെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? നമ്മുടെ ഒളിഗോ ഡെൻഡ്രോസൈറ്റും അതുപോലെ തന്നെ ഷ്വാൻസ്വെൽസും ആണ് നമ്മുടെ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്താണ്? ഒളിഗോ ഡെൻഡ്രോസൈറ്റും അതുപോലെ ഷ്വാൻ കോശങ്ങളും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് കാണാം ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ സെൻസറി മെക്കാനിസം ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജീവിയും കാണാം, അതുപോലെ സംവേദന സംവിധാനവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? നമ്മുടെ ഇൻസെക്ട് ആണ്. അപ്പൊ ഇൻസെക്ടിന്റെ ആ ഒരു പെർട്ടിക്കുലർ സെൻസറി മെക്കാനിസം അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ ഏതാണ് വരുന്നത്? നമ്മുടെ ഒമറ്റാഡി ആണ് അല്ലെ. ഒമറ്റാഡി ആണ് നമ്മുടെ ഇൻസെക്ട്സിന്റെ ആ ഒരു പെർട്ടിക്കുലർ സെൻസറി ഓർഗൻ എന്ന് പറയുന്നത്. സ്നേക്ക് ആണെങ്കിലോ നമുക്ക് കുറച്ചും കൂടെ അറിയുന്നതായിരിക്കും. സ്നേക്കിന്റെ ആണ് നമ്മുടെ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി യുഗ്ലീന എന്ന് പറയുന്നത് എന്താണ്? ഐസ്പോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒമറ്റാഡി ആണ് നമ്മുടെ ഷഡ്പദങ്ങളുടെ, പിന്നെന്താണ് പാമ്പിന്റെ ജേക്കബ്സൺസ് ഓർഗനും അതുപോലെ യുഗ്ലീനന്റെ ഐസ്പോട്ടും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ P എന്ന് പറയുന്നത് ഏത് വരും? 4 വരും. അതുപോലെ Q എന്ന് പറയുന്നത് 1 വരും. ആൻഡ് R എന്ന് പറയുന്നത് 2 വരും. ഓക്കെ, സോ ഇതാണ് എൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് വരിക. അപ്പൊ B ആണ് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം? ഓക്കെ, വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, പിന്നെ വെസ്റ്റിബ്യൂൾ ഉണ്ട്. കൊക്ലിയ ആണോ? അല്ല, കൊക്ലിയ അതിന്റെ പാർട്ടല്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൊക്ലിയ, വെസ്റ്റിബ്യൂൾ, ഹെയർ സെൽസ് ആണ്. അതുമല്ല, കൊക്ലിയ അല്ല ഇതിന്റെ പാർട്ടല്ല, വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പാർട്ടല്ല നമ്മുടെ കൊക്ലിയ എന്ന് പറയുന്നത് അല്ലെ.
ഇനി അടുത്തത് സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കൊക്ലിയയ്ക്ക് പകരം അവിടെ വരേണ്ട ആളാരാണ്? നമ്മുടെ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും അതുപോലെ ഹെയർ സെൽസും ആണ്. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം. ഓക്കെ, വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, രോമകോശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. അപ്പൊ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് DNA ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അതിൽ DNA ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇതേപോലെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് യെസ് ആണോ നോ ആണോ, അല്ലെങ്കിൽ ഇവിടെ നോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഏതാണെന്ന് ആദ്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം അതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ഇതേപോലെ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ മാറി മാറി ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നോ ആണോ യെസ് ആണോ എന്ന് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ DNA ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 strands are present. Adenine, thymine, uracil and guanine are the nitrogen bases. The sugar deoxyribose is present. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNA കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. DNAയുടെ പ്രത്യേകതയല്ലാത്ത പ്രസ്താവന തിരിച്ചറിഞ്ഞ് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? 2 ഇഴകൾ കാണപ്പെടുന്നു, അത് നമുക്കറിയാം, കറക്റ്റ് ആണ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് നമുക്ക് DNA-ക്ക് ഉള്ളത്, റൈറ്റ്. പിന്നെ അഡിനിൻ, തൈമിൻ, യുറാസിൽ, ഗ്വാനിൻ എന്നിവയാണ് നൈട്രോജൻ ബേസുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? അല്ല. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. നമ്മുടെ യുറാസിൽ ഏതിലാണ് കാണുന്നത്? DNA-യിലാണോ കാണുന്നത്? അല്ല. നമുക്കറിയാം എവിടെയാണ് കാണുന്നത്? നമ്മുടെ RNA-യിലാണ് യുറാസിൽ കാണുന്നത്, റൈറ്റ്. അപ്പൊ ഇത് DNA-ന്റെ അല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ ആണ് വേണ്ടത്, റൈറ്റ്. ഇവിടെ സൈറ്റോസിൻ ആണ് വരേണ്ടത്. പിന്നെ ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാര കാണപ്പെടുന്നു. ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്ന ഡിയോക്സി റൈബോസ് ആണ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ഓപ്ഷനിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ്? C ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വീണ്ടും എന്താണ്? നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ആൽഡോസ്റ്റെറോൺ, ആൻഡ്രോജൻസ് ആൻഡ് കോർട്ടിസോൾ ആണ് കൊടുത്തിരിക്കുന്നത്. controls sexual development, suppresses the immune responses, regulates blood pressure and helps in body growth. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ആൽഡോസ്റ്റെറോണിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റെറോൺ എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോജൻസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? യെസ്, നമ്മുടെ സെക്ഷൽ ഡെവലപ്മെന്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ആൻഡ്രോജൻസ് ആണ്. ആൻഡ് വി ഹാവ് ദ കോർട്ടിസോൾ. അപ്പൊ കോർട്ടിസോളിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തായിരിക്കും? യെസ്, സപ്രസസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസസ്. അതാണ് നമ്മുടെ കോർട്ടിസോളിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് വരുന്നത്? പി എന്നുള്ളത്, യെസ്, പി എന്നുള്ളത് തേർഡ് വൺ ആൻഡ് ക്യൂ ഇസ് ഫസ്റ്റ് വൺ ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് വൺ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മിസ് മലയാളത്തിൽ പെട്ടെന്ന് ഒന്ന് വായിച്ചു തരാം. എന്താണ്? ആൽഡോസ്റ്റെറോൺ എന്തിനെ സഹായിക്കുന്നു? ആൽഡോസ്റ്റെറോൺ സഹായിക്കുന്നത് എന്തിനാണ്? നമ്മുടെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അതുപോലെ ആൻഡ്രോജനോ ലൈംഗിക വളർച്ചയെ നിയന്ത്രിക്കുന്നു. അതുപോലെ കോർട്ടിസോൾ എന്ന് പറയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളെ വപിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത് 3 എണ്ണമാണ് വരുന്നത്. സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനിയും സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് കേട്ടോ. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റിന്റെ പാറ്റേൺ വല്ലാണ്ട് മാറിയിട്ടുണ്ട് അല്ലെ. അതായത് 1 മാർക്കിന് പോലും നിങ്ങൾ കുറച്ച് ചിന്തിച്ച് എഴുതണം, അല്ലാതെ വെറുതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പൊ DNA കാണപ്പെടുന്ന മറ്റേ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കണ്ടു അല്ലെ. അപ്പൊ അതിൽ
ഡയറക്റ്റ് ആയിട്ടല്ല നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് DNA സ്ട്രക്ചർ എന്താണ്, ഇതൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്. അതല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങളോട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണ്? കീമോ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ടു സെൻസ് ടേസ്റ്റ്. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കീമോ റിസപ്റ്റേഴ്സിന്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടേസ്റ്റ് സെൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ റീസൺ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, കീമോ റിസപ്റ്റേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ന്യൂസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ടങ് ആണ്. അപ്പൊ ഒരിക്കലും എന്താണ് നോസിന്റെ അകത്തായിരിക്കില്ല ഈ പറഞ്ഞ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. ഫൈൻ, അത് ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ റീസൺ തെറ്റാണ്. ഓക്കെ, സോ ഇവിടെ സി ആണ് ഓപ്ഷൻ വരുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, hope it's clear. And moving to the next question. ആ ഒരു ക്വസ്റ്റ്യന്റെ മലയാളം കൂടെ മിസ് വേഗം വായിച്ചു പോവാം അല്ലെ? യെസ്, മലയാളം വായിക്കട്ടെ. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന രാസഗ്രാഹികൾ രുചി അറിയാൻ സഹായിക്കുന്നു. കാരണം എന്ന് പറയുന്നത് രാസഗ്രാഹികൾ മൂക്കിലെ ശ്ലേഷ്മസ്തരത്തിൽ കാണപ്പെടുന്നു. അപ്പൊ പ്രസ്താവനയും കാരണവും ശരിയാണോ? അല്ല, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് occur during emergency situations are given below. Analyze them and find out which ones occur when the sympathetic system is stimulated from the given options. Okay, മലയാളത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് കറക്റ്റായിട്ട് വിശകലനം ചെയ്യുക. എന്നിട്ട് സിമ്പതറ്റിക് വ്യവസ്ഥ ഉദ്ദീപിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മാത്രം ഏതൊക്കെയാണെന്ന് മാത്രം ഓപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്? സ്ലോസ് ഡൗൺ പെരിസ്റ്റാൾസിസ്, ദെൻ ഇൻക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഡിക്രീസസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഡിക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു പട്ടി നമ്മൾ ഓടിക്കാൻ വന്നു. അപ്പൊ ആ പട്ടി ഓടിക്കാൻ വരുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കുറയുവാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുവാണോ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താണ് ഹാർട്ട് ബീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിക്രീസസ് ഹാർട്ട് ബീറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ആ സമയത്ത് നമുക്ക് വായിൽ ഒത്തിരി വെള്ളം വരുവാണോ ചെയ്യുന്നത്? അല്ല, നമ്മുടെ വായിലെ വെള്ളം വറ്റുന്നത് പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ എന്താണ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് കറക്റ്റ് ആയിരിക്കും. പിന്നെ സ്ലോസ് ഡൗൺ പെരിസ്റ്റാൾസിസ്, എന്താണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്താണ് സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്, അതും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് 1ഉം അതുപോലെ 4ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സെക്കൻഡ് 1ഉം തേർഡ് 1ഉം എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിവിടെ ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്ന് നോക്കുക. സോ 1 and 4 is right. ഓക്കെ, അപ്പൊ ഇത് 1 and 4 is right and സെക്കൻഡ് ആൻഡ് തേർഡ് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ ചെയ്യണം. അപ്പൊ 1ഉം 2ഉം കറക്റ്റ്, അതുപോലെ 3ഉം 4ഉം ഇൻകറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും നിങ്ങൾ നോക്കി സമയം എടുത്ത് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, യെസ്, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നമ്മുടെ ഡി ആണ് കേട്ടോ. ഫൈൻ. Which human ancestor among the following is the contemporary of modern man? ഓക്കെ, അപ്പൊ നമ്മുടെ മോഡേൺ മാനിനെ കുറച്ചും കൂടെ സിമിലാരിറ്റി ഉള്ള ആ ഒരു പെർട്ടിക്കുലർ ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ആധുനിക മനുഷ്യന്റെ സമകാലീനരായുള്ള മനുഷ്യ പൂർവിക ജീവി ഏത്? ആരാണ്? ഹോമോ നിയാണ്ടർതാലൻസിസ്. ഓക്കെ, ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടംപററി ഓഫ് മോഡേൺ മാൻ എന്ന് പറയുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ആൻസെസ്റ്റർ. ഓക്കെ, ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇനിയും സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സിറോഫ്താൽമിയ ആർ ഐ ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എടുത്തിട്ടുണ്ട്, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി കറക്റ്റ് എന്ന് പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ സിറോഫ്താൽമിയന്റെ റീസൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ്. പക്ഷെ എന്താണ് അത് പ്രൊലോങ്ഡ് ആയിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി എ കൊണ്ടിട്ടല്ല വരുന്നത്. ജസ്റ്റ് ഡെഫിഷ്യൻസി വരുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ സിറോഫ്താൽമിയും വരാറുണ്ട്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. നോക്കി, ഇവിടെയൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 എന്താണ്?
വിറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗങ്ങളാണ് നിശാന്തതയും സെറോഫ്താൽമിയും. പ്രസ്താവന 2 കൊടുത്തിരിക്കുന്നത് എന്താണ്? വിറ്റമിൻ എയുടെ ദീർഘകാല അപര്യാപ്തതയാണ് നിശാന്തതയ്ക്ക് കാരണം. ഓക്കെ, അപ്പൊ എന്താണ്? പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എയും ബിയിലും കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സും അതുപോലെ പാർട്സ് ഓഫ് ഇയർ. നോക്കിയേ, പാർട്സ് ഓഫ് ഇയറിൽ ഓരോ പാർട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണമെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലെ. സോ linear movement of the head, rotational movement of the head, movement of endolymph in cochlea and vibration of stapes. ഓക്കെ, ഇതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ്? ലീനിയർ മൂവ്മെന്റ് ഓഫ് ഹെഡ്. ലീനിയർ മൂവ്മെന്റ് ഓഫ് ഹെഡ് സഹായിക്കുന്ന അല്ലെങ്കിൽ അത് നുള്ള കാരണം എവിടെയാണ്? നമ്മുടെ ഏത് പാർട്ടിലാണ് വരുന്നത്? യെസ്, ഹെയർ സെൽസ് ഓഫ്, അതിനെ അഫക്ട് ചെയ്യുന്ന എന്താണ്? ഹെയർ സെൽസ് ഓഫ് വെസ്റ്റിബ്യൂൾ ആണ്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് ആണ്. അപ്പൊ ഈ റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് അപ്പൊ അന്നേരം ആക്ട് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഹെയർ സെൽസ് ഓഫ് സെമി സർക്കുലർ കനാൽസ് ആണ്. ഇനി അടുത്ത എന്താണ് വരുന്നത്? മൂവ്മെന്റ് ഓഫ് എൻഡോലിംഫ് ഇൻ കൊക്ലിയ. അതേതാണ്? ഹെയർ സെൽസ് ഓഫ് ഓർഗൻ ഓഫ് കോർട്ടി ആണ്. ആൻഡ് വൈബ്രേഷൻ ഓഫ് സ്റ്റേപ്പസ്. സ്റ്റേപ്പസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഓവൽ വിൻഡോ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്? പി എന്ന് പറയുന്നത് പി ഇസ് 3, ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്താണ്? 5 ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് എസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വൺ. അപ്പൊ ഇതിൽ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം തലയുടെ രേഖീയ ചലനങ്ങൾ അതിന് കാരണമാകുന്ന ആരാണ്? യെസ്, വെസ്റ്റിബ്യൂളിലെ രോമകോശങ്ങളാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന എന്താണ്? തലയുടെ ഭ്രമണ ചലനങ്ങൾ, റൊട്ടേഷണൽ മൂവ്മെന്റ്, അതിന് കാരണമാവുന്നത് ഏതാണ്? നമ്മുടെ സെമി സർക്കുലർ കനാലിലെ രോമകോശങ്ങളാണ്. ഇനി അടുത്ത കൊക്ലിയയിലെ എൻഡോലിംഫിന്റെ ചലനത്തിന് കാരണം അല്ലെ. എൻഡോലിംഫ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ആ ഒരു മൂവ്മെന്റ് ആർക്കാണ് വരുന്നത്? ചെവിയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? യെസ്, ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങളാണ്, ഹെയർ സെൽസ് ആണ് അല്ലെ. സ്റ്റേപ്പസിന്റെ കമ്പനം കാരണം എന്താണ്? അന്നേരം അടുത്തത് വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവൽ വിൻഡോ ആണ്. ഓക്കെ, അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതാണ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. സോ ഇതിലും സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The SRY gene on the Y chromosome determines the development of ovary in the embryo. അത് SRY അല്ല നമുക്കറിയാം അല്ലെ. സോ ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ എന്താണ്? ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്രോമസോംസ് ദാറ്റ് ഡിറ്റർമൈൻ ഫിസിക്കൽ ട്രെയ്റ്റ്സ് ആർ ഓട്ടോസോംസ്. അതായത് നമ്മുടെ പുറമേയുള്ള ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഓട്ടോസോംസ് തന്നെയാണ് അല്ലെ. റൈറ്റ്, അത് കറക്റ്റ് ആണ്. ഇനി DNA strands wind around the histone octamer to form a structure called nucleosome. കറക്റ്റ് ആണോ? യെസ്, അത് വൈൻഡ് ചെയ്ത് എന്താണ്? ഹിസ്റ്റോണിന്റെ ആ ഒരു ഒക്ടോമർ ഫോം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിനെ നമ്മൾ ന്യൂക്ലിയോസോം എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻ ക്രോമസോംസ് ന്യൂക്ലിയോസോംസ് ആർ കണക്റ്റഡ് ബൈ സെൻട്രോമിയേഴ്സ്. ആണോ? അല്ല, സെൻട്രോമിയേഴ്സ് വെച്ചിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സെൻട്രോമിയേഴ്സ് നമ്മൾ എവിടെയാ? നമ്മുടെ മൈറ്റോസിസിൽ, സെൽ ഡിവിഷനിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഫൈൻ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ഇസ് റൈറ്റ്. അപ്പൊ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ Y ക്രോമോസിലെ SRY ജീനാണ് ഭ്രൂണത്തിലെ അണ്ഡാശയത്തിന്റെ വികാസത്തിന് കാരണമാകുന്നത്. തെറ്റാണ് നമ്മൾ പറഞ്ഞു. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. യെസ്, അത് കറക്റ്റ് ആണ്. ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോമുകൾ രൂപപ്പെടുന്നു. അത് കറക്റ്റ് ആണ്. ക്രോമസോമിൽ ന്യൂക്ലിയോസോമുകളെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത്രയും 1 വേർഡ്സ് ആണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതേപോലത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നാളെ എക്സാമിന്, ഇനി വരുന്ന മോഡൽ എക്സാമിന്, ബയോളജിയുടെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. മോഡൽ എക്സാം നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക.
ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. നമുക്ക് സമയമുണ്ട്, ആ സമയം ഇനി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ അത് ടെൻഷൻ അടിക്കാണ്ട് എല്ലാവരും പോയി നന്നായിട്ട് തന്നെ മോഡൽ എക്സാം എഴുതുക. ബയോളജി കുറച്ച് ടഫായിരുന്നു, നമ്മുടെ ക്രിസ്മസ് എക്സാമും കുറച്ച് ടഫായിരുന്നു, മിസ്സിന് അറിയാം. അപ്പൊ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയും, അതുകൊണ്ട് അങ്ങനെ വേണ്ട. നമുക്കിനി ടഫായിട്ട് ഉള്ള പേപ്പേഴ്സ് ആയിരിക്കില്ല, മീൻസ് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 80% എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു 20% എന്തായിരിക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആ 80% നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ നിങ്ങൾ നോക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ മോഡൽ എക്സാം ഒന്ന് പോയി അറ്റംപ്റ്റ് ചെയ്തോളൂ, അത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ അതുപോലെ മിസ് ഒരു കാര്യം കൂടെ പറയുന്നു, എല്ലാവരും എക്സാം തകർത്തെഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.